തരം നമുക്ക് എങ്ങനെയാണ് പുതിയൊരു ഐ ഡി രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക, mysaving.in. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഐ ഡി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെ ഐ ഡി ആണോ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരാണോ സ്പോൺസർ അദ്ദേഹത്തിൻ്റെ ഐ ഡി ആയിരിക്കണം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, സ്പോൺസർ ആരാണോ അദ്ദേഹത്തിൻ്റെ ഐ ഡി ആയിരിക്കണം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലിങ്ക് വഴിയായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഐ ഡി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഐ ഡി, മൊബൈൽ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ചു സൈറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും വരും. അത് പ്രോ എടുത്തൊരു മെമ്പറാണ്, ഇത് കളയുക. അതിനുശേഷം ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു പേജ് വരും. ഈ റെഡ് കളറിൽ ഡാഷ്ബോർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ റെഡ് കളറിലുള്ള ഡാഷ്ബോർഡിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഐ ഡി ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും ഐ ഡി രജിസ്ട്രേഷനാണ്. രണ്ട് രീതിയിൽ ഐ ഡി രജിസ്റ്റർ ചെയ്യാം. ഒന്ന്, നമുക്ക് നമ്മുടെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഐ ഡി രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ നമുക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഐ ഡി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഫാമിലി പാക്കേജ് ആണെങ്കിൽ ഒരാളുടെ പേരും മൊബൈൽ നമ്പറും ഉണ്ടായാൽ നമുക്ക് ഒരു ഐ ഡി രജിസ്റ്റർ ചെയ്യാം. ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും KYC ഒക്കെ അദ്ദേഹത്തിന് തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഇമെയിൽ ഐ ഡിയൊക്കെ. ഇനി നമുക്ക് 1150 സേവ് ആപ്പ് പ്രോ ആണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ പിൻകോഡ്. അഡ്രസ്സ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടും പേര്, പിൻകോഡ്, സ്ഥലം, പോസ്റ്റ് ഓഫീസ്, ഇമെയിൽ ഐ ഡി, ജില്ല, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. സേവ് ആപ്പ് പ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സേവ് ആപ്പ് പ്രോ ആണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മസ്റ്റായിട്ട് നമ്മൾ നമ്പർ 1 എന്ന് പറയുന്നത് ആരാണോ സ്പോൺസർ അദ്ദേഹത്തിൻ്റെ ഐ ഡി ആയിരിക്കണം ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീമിലുള്ള പലരും പല ഐ ഡികളും കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ആരാണോ കൊണ്ടുവരുന്നത്, ആരാണോ അതിനെ സ്പോൺസർ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഈ സ്പോൺസറൊക്കെ മാറിപ്പോയി പല സ്പോൺസർ മാറിക്കഴിഞ്ഞാൽ തന്നെ ആകെ പ്രശ്നങ്ങളാവും അല്ലേ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരാണോ സ്പോൺസർ ആ സ്പോൺസറുടെ ഐ ഡി ആയിരിക്കണം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മെനു ഓപ്ഷൻ ഉണ്ട്. മെനു എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ട് അടുത്ത സൈഡിൽ 3 വര കാണാം അല്ലേ, 3 ലൈൻ. ആ ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെനു ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ ഒരു കാര്യം നമുക്ക് പഠിക്കാം, അതായത് സെറ്റ് പൊസിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒരാൾ നമുക്ക് നമ്മുടെ ടീമിൽ ഏത് സൈഡിലാണ് പ്ലേസ് ചെയ്യേണ്ടത്, 2 സൈഡാണുള്ളത്, ലെഫ്റ്റും റൈറ്റും അല്ലേ. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഏറ്റവും മുകളിൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് പ്രൊഫൈൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, പ്രൊഫൈൽ. ഈ പ്രൊഫൈലിൽ ഒന്ന് ടച്ച് ചെയ്യാം. പ്രൊഫൈലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് എഡിറ്റ് പ്രൊഫൈൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ടാണ് സെറ്റ് പൊസിഷൻ. ഈ സെറ്റ് പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാറ്റിയിടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സെറ്റ് പൊസിഷൻ കൊടുത്തു. സെറ്റ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇപ്പോൾ നമുക്ക് ഒരാളെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇടേണ്ടതെങ്കിൽ നമ്മൾ ഇതിന്ന് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, ലെഫ്റ്റ് ആഡ് പൊസിഷൻ ഓൺലി ലെഫ്റ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലുള്ള ആ വട്ടത്തിൽ ഒന്ന് ടച്ച് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ലെഫ്റ്റിലേക്കായിട്ട് മാറി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അപ്ഡേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും, പൊസിഷൻ അപ്ഡേറ്റഡ്. അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ഐ ഡിയുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഇനി റൈറ്റ് സൈഡിലാണ് നമ്മൾ ഒരാളെ പ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ റൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ പോവുക, അപ്ഡേറ്റ് കൊടുക്കുക, പൊസിഷൻ അപ്ഡേറ്റഡ് എന്ന് കാണിക്കും, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് എവിടെ വന്ന് വീഴും, ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് റൈറ്റ് സൈഡിലായിരിക്കും വന്ന് വീഴുക. ഇനി എങ്ങനെയാണ് ഒരു ഐ ഡി നമ്മൾ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ അടിക്കുന്ന ഐ ഡി ഈ പറയുന്ന മെമ്പറുടെ റൈറ്റ് സൈഡിലായിരിക്കും വന്ന് വീഴുക. ഓക്കെ, അപ്പോൾ ഈ 3 വരയിൽ ടച്ച് ചെയ്തു. ഇവിടെ നമുക്ക് ഐ ഡി രജിസ്ട്രേഷൻ എവിടെ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡാഷ്ബോർഡ് കണ്ടു, അതിന് താഴെയായിട്ട് മൈ ബിസിനസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ, മൈ ബിസിനസ്. ആ മൈ ബിസിനസ്സിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ.
മൈ ബിസിനസ്സിൽ പോവുക, ന്യൂ രജിസ്ട്രേഷനിൽ ഒന്ന് തൊടുക, ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോം ആയിരിക്കും വരിക. ഇതിൽ ആരാണോ സ്പോൺസർ അദ്ദേഹത്തിൻ്റെ പേരും ID നമ്പറും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആരാണോ സ്പോൺസറുടെ പേരും ID നമ്പറും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഫുൾ നെയിം അവിടെ ഒരു പേര് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഡമ്മി പോലെ ഒരു പേര് കൊടുക്കുകയാണ്. കിങ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. ഇനി രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ഏതാണ് രാജ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓൾറെഡി ഇന്ത്യ എന്ന് പറയുന്നത് കിടക്കുന്നുണ്ട്. ഇന്ത്യക്കാരനാണെങ്കിൽ അത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ആ രണ്ടാമത്തെ കോളത്തിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ലോകരാജ്യങ്ങളൊക്കെ വരും അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണ്? ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ടച്ച് ചെയ്യാം. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് ചോദിച്ചുള്ള ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ്. സെലക്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളൊക്കെ വരും. ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ സംസ്ഥാനം ഏതാണ്? കേരള ആണെങ്കിൽ കേരള. ഏതാണ് സംസ്ഥാനമെങ്കിൽ കേരളമാണോ കർണാടകയാണോ ഏതാണെങ്കിൽ അത് കൊടുക്കാം. അടുത്ത നാലാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് മൊബൈൽ നമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിന് മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ഒരു നമ്പർ അടിച്ചതാണ്. അടുത്തായിട്ട് ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് ഇമെയിൽ ഐ ഡി എന്ന് പറയുന്ന സമയത്ത് ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിലിലേക്ക് ഒരു OTP പോവും. ഓക്കെ. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് ഇരുന്നിട്ടാണ് ഒരാളെ രജിസ്റ്റർ ചെയ്യണതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് OTP മേടിക്കാം. ഇനി ലോങ് ഉള്ള ഒരാളാണ്, നമ്മുടെ മെയിൽ ഐ ഡി തന്നെ കൊടുത്താൽ മതി. ആ OTP വരുമ്പോൾ അത് എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും, രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ ലിങ്ക് വഴി അയച്ചു കൊടുക്കുമെങ്കിലും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡി കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ മെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു OTP വരും, ഒരു 6 അക്ക നമ്പർ വരും. അടുത്തായിട്ട് യൂസർ നെയിമാണ്. യൂസർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഐ ഡിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പേര് കൊടുക്കാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന മക്കളുടെ പേര് കൊടുക്കാം, ദൈവത്തിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആരെങ്കിലും പേരൊക്കെ കൊടുക്കാം. ഓക്കെ. ഇഷ്ടപ്പെട്ട മൃഗത്തിൻ്റെയോ സസ്യത്തിൻ്റെയോ എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കാം. ഇനി നമ്മളൊരു ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് 8 അക്ക നമ്പറോ അല്ലെങ്കിൽ 8 അക്ക അക്ഷരങ്ങളോ അക്കങ്ങളൊക്കെ വേണം. 8 അക്കം വേണമെന്നാണ് പറയുന്നത് മിനിമം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 1234 എന്ന് പറയുന്നൊരു പാസ്വേഡ് കൊടുത്തു. രണ്ടാമതായിട്ടും അത് ഒന്നുകൂടി കൺഫേം ചെയ്യാനാണ്. ഈ പാസ്വേഡ് ഒന്നുകൂടി നമ്മൾ കൺഫേം ചെയ്യണം, ഒരു പ്രാവശ്യം കൂടി എൻ്റർ ചെയ്യണം. 1234. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി അത് എൻ്റർ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പേര്, രാജ്യം, സംസ്ഥാനം, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇഷ്ടപ്പെട്ട ഐ ഡിക്ക് ഒരു പേര്, പാസ്വേഡ് ഒരു പ്രാവശ്യം കൂടിയും കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ, അതിലും തൊടുക നെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജിൽ പോയിട്ട് ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ചതുരക്കള്ളിയിൽ. ആ ചതുരക്കള്ളിയിലും തൊടുക. ആ തൊടുന്ന സമയത്ത് ആ ടിക്കാവും, ബ്ലൂ കളറിലായിട്ട് ഒരു ടിക്കാവും. അതായത് ഈ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഞാൻ ഓക്കെ ആണ്. അതായത് ഇതിന് താഴെ പോയിട്ടുള്ള ഗിവൺ ബിലോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണ്ട, ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് തൊട്ട് താഴെ ബാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ തൊടരുത്. ബാക്ക് തൊട്ട് കഴിഞ്ഞാൽ ബാക്കിലേക്കാണ് പോവാം. തൊട്ടപ്പുറത്തായിട്ട് രജിസ്റ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ രജിസ്റ്ററിൽ ഒന്ന് ടച്ച് ചെയ്യാം. രജിസ്റ്ററിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, നമ്മുടെ മെയിലിലേക്ക് ഒരു OTP പോവും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, കണ്ടോ, യുവർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഒരു OTP വന്ന് കിടക്കുന്നുണ്ട് അല്ലേ. ഈ OTP ഒന്നെങ്കിൽ എഴുതിയെടുക്കുക, അതല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് തൊട്ട് താഴെ വെരിഫൈ എന്ന് കൊടുത്തിട്ടുണ്ട്, ബാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, റീസെൻറ്റ് OTP എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെരിഫിക്കേഷൻ കൊടുക്കാം. വെരിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ID രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ID നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. ഓക്കെ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഒന്നാമത്തെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ഇങ്ങനെ ID രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ID റീസെല്ലറാക്കി മാറ്റണം, BA റീസെല്ലർ. അപ്പോൾ നമ്മൾ ഈ ഒരു ID എന്താണ്, ജസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഇത് ഒന്ന് BA റീസെല്ലർ ആക്കണം.
അതിനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് ബി എ റീസെല്ലർ ആക്കാം. എന്നിട്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ മാറ്റാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ഇതിനെങ്ങനെയാണ് ബി എ റീസെല്ലർ ആക്കുക. അതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മൈ ബിസിനസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ പോവുക. മൈ ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ന്യൂ ഇവിടെ മേക്ക് മെമ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, മേക്ക് മെമ്പർ ഇതിൽ കിടക്കുന്നുണ്ട്. മേക്ക് മെമ്പർ അതിലൊന്ന് ടച്ച് ചെയ്യാം. മേക്ക് മെമ്പറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും കിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇങ്ങനെ വലത്തോട്ടൊന്ന് മാറ്റി കഴിഞ്ഞാൽ കിങ് എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ കോഡ് കിടക്കുന്നുണ്ട്. വലത്തെ സൈഡിലേക്ക് മാറ്റുക, ജോയിനിങ് ഡേറ്റ് കിടക്കുന്നുണ്ട്, സ്റ്റാറ്റസ് കിടക്കുന്നുണ്ട്. ഇവിടെ മേക്ക് മെമ്പർ എന്നടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇതിൽ റേറ്റ് കിടക്കുന്നുണ്ട്, റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആവും. ഇനി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ മാറ്റിയിടാം. മേക്ക് മെമ്പറിൽ പോയിട്ട് നമുക്ക് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ മാറ്റിയിടാം. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ കിടക്കുന്ന റേറ്റാണ്. ഇതിൻ്റെ ഏറ്റവും താഴെ പോയിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം റൈറ്റ് സൈഡിലായിരിക്കും വന്ന് വീഴുക. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റണമെങ്കിൽ, ഇപ്പോൾ നേരത്തെ കാണിച്ചില്ലേ പൊസിഷൻ, നമ്മൾ നേരത്തെ ഒരു ഓപ്ഷൻ കണ്ടു, അതുപോലെ തന്നെ ഇതിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. അതിനായിട്ട് ഈ റേറ്റ് എന്ന് കൊടുത്തിട്ടില്ലേ, അതിന് താഴെയായിട്ട് ഒരു പേനയുടെ ചിഹ്നമുണ്ട്. ആ പേനയുടെ ചിഹ്നത്തിലൊന്ന് ടച്ച് ചെയ്യാം. പേനയുടെ ചിഹ്നത്തിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓട്ടോ സെങ് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതിൽ ലെഫ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും, റൈറ്റ് ടച്ച് ചെയ്താൽ റൈറ്റ് സൈഡിൽ വന്ന് വീഴും. ഇനി നമ്മളിപ്പോൾ ലെഫ്റ്റാണ് ടച്ച് ചെയ്യണമെന്ന് വയ്ക്കാം. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും, പൊസിഷൻ അപ്ഡേറ്റഡ് ആവും. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റായി. ഇനി റൈറ്റ് ആണെങ്കിൽ റൈറ്റായി. ഇനി താഴെ പോയിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെമ്പർ ആഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഇപ്പോൾ ഇവിടുന്ന് അത് പോയി, അത് ബി എ റീസെല്ലറായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് ശരിക്കും ഒരു ഐ ഡി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഐ ഡി ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഫാമിലി പാക്കേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇദ്ദേഹം കിങ് എന്ന് പറയുന്നൊരു ഐ ഡി നമ്മൾ അടിച്ചു അല്ലേ, അത് എങ്ങനെയാണ് ഫാമിലി പാക്കേജാക്കി മാറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് 2 ഐ ഡിയും നമുക്കിതിൽ ആഡ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കിങ്ങിൻ്റെ ഐ ഡി തന്നെ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫാമിലി പാക്ക് എന്ന് പറയുന്നത് 3 ഐ ഡിയാണ്. ആദ്യത്തെ ഐ ഡി മാത്രമാണ് ആരുടെ സ്പോൺസർ, നമ്മൾ കൊണ്ടുവന്നാണെങ്കിൽ നമ്മുടെ സ്പോൺസർ. ഓക്കെ, ഇപ്പോൾ ഞാൻ കിങ്ങിനെ കൊടുന്നു, അപ്പോൾ അതിൻ്റെ സ്പോൺസർ ഞാനായിരിക്കും. പിന്നെ 2 ഐ ഡി കൂടിയും വരും. ഈ 2 ഐ ഡിയുടെയും സ്പോൺസർ ആരായിരിക്കും, കിങ് തന്നെ ആയിരിക്കും. കിങ്ങിൻ്റെ സ്പോൺസറിലായിരിക്കും ചെയ്യേണ്ടത്. ഫാമിലി പാക്കേജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ഐ ഡി മാത്രമാണ് നമ്മുടെ സ്പോൺസറിൽ വരിക, ബാക്കിയുള്ള 2 ഐ ഡിയും വരുന്നത് നമ്മൾ കൊണ്ടുവന്ന വ്യക്തിയുടെ സ്പോൺസറിലായിരിക്കും. കാരണം അപ്പോഴാണ് അദ്ദേഹത്തിന് ഫാമിലി ഐ ഡി ആയിട്ട് 3 ഐ ഡി വരിക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ കിങ്ങിൻ്റെ ഐ ഡി ഒന്ന് സെറ്റ് ചെയ്തു. ഈ കിങ്ങിൻ്റെ ഐ ഡി നമ്മൾ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ പാസ്വേഡ് കൊടുത്തു, 1234 ഈ പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് കൊടുത്തിട്ട് നമ്മളത് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് കിങ്ങിൻ്റെ ഐ ഡിയാണ്. ഇനി കിങ്ങിൻ്റെ ഒരു ഐ ഡി അടിച്ചിട്ടുള്ളൂ. ഇനി ഫാമിലി പാക്കേജ് എടുക്കാൻ പോവാണ് കിങ്. അപ്പോൾ കിങ്ങിൻ്റെ ലെഫ്റ്റും റൈറ്റ് ആയിട്ട് എന്ത് വേണം, 2 ഐ ഡി കൂടി വേണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ലെഫ്റ്റും റൈറ്റും ഓരോ ഐ ഡി കൂടി അടിക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ മെനു ഓപ്ഷനിൽ പോവുക. മെനു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ മൈ ബിസിനസ്, അവിടെ പോയി കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ കിങ്ങിൻ്റെ സ്പോൺസർഷിപ്പിലാണ് വരിക. മുകളിൽ കിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കിങ്ങിൻ്റെ 2ാമത്തെ ഐ ഡി അടിക്കുകയാണ്. കിങ് ഇന്ത്യ, പിന്നെ സ്റ്റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് കൊടുത്തു. പിന്നെ മൊബൈൽ നമ്പർ കൊടുത്തു. മൊബൈൽ നമ്പർ സെയിം മൊബൈൽ നമ്പർ തന്നെ കൊടുക്കരുത്, വേറൊരു നമ്പർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു അക്കൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് കൊടുത്താലും മതി. ഓക്കെ, ഇപ്പോൾ നേരത്തെ കൊടുത്ത് 344 ഈ ഒരു നമ്പർ കൊടുത്തു. മെയിൽ ഐ ഡി കൊടുത്തു. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടൊരു പേര്. യൂസർ നെയിം വ്യത്യാസമായിരിക്കണം. ഇപ്പോൾ നേരത്തെ കൊടുത്ത കിങ് 007 ആണെങ്കിൽ 008 കൊടുത്തു. പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് സെയിം തന്നെ ആയാലും കുഴപ്പമില്ല, സെയിം തന്നെയാണ് കൊടുക്കേണ്ടത് നല്ലത്. ഓക്കെ, നമ്മൾ 1234 വീണ്ടും 1234 ഇങ്ങനെ കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു.
അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. നമ്മൾ ഇത് കളിയിൽ ടച്ച് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി OTP പോവും. OTP നമ്മൾ മെയിലിൽ പോവാം. മെയിലിൽ പോയി കഴിഞ്ഞാൽ OTP വരും. അപ്പോൾ നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്യാം. മെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ OTP ഒന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, OTP ഒന്ന് കിടക്കുന്നുണ്ട്. ഈ OTP കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ പോയി പേസ്റ്റ് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. അത് കിങ്ങിൻ്റെ രണ്ടാമത്തെ ID ആണ്. അപ്പോൾ തൊട്ട് താഴെയായിട്ട് വന്ന് കിടക്കും, അതായത് നമുക്കത് സെറ്റ് ചെയ്യാം. അതിനുശേഷം കിങ്ങിനെ തന്നെ മൂന്നാമത്തെ ID അടിക്കുക. മൈ ബിസിനസ്സിൽ പോവുക, ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക, പേര് കൊടുത്തു, ഇന്ത്യ സെലക്ട് സ്റ്റേറ്റ് കേരള കൊടുത്തു. പിന്നെ മൊബൈൽ നമ്പർ വ്യത്യസ്തമായിരിക്കണം. 1122334466 കൊടുത്തു. അതിനുശേഷം മെയിൽ ID കൊടുത്തു. അതിനുശേഷം യൂസർ ID ഏതെങ്കിലും കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡ് സെയിം തന്നെ കൊടുത്താൽ മതി. 1234 കൊടുത്തു. അതിനുശേഷം വീണ്ടും 1234 കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ കൊടുത്തു. രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. OTP പോവും. ഓക്കെ, OTP പോണ സമയത്ത് നമ്മൾ വീണ്ടും ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ OTP വന്നിട്ടുണ്ട്. മെയിൽ ഓപ്പൺ ചെയ്യാം. മെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് ടൈപ്പ് OTP അടിക്കുക, വെരിഫൈ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ID നമുക്ക് വരും. അത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവത്തെ ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ 3 ID അടിച്ചു. ഇത് ശരിക്കും നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് വന്ന് വീഴണം. അത് എവിടെയാണ് വന്ന് വീഴുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ, മൈ ജീനോളജി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ അടിച്ച 2 ID ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും വന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റിലും വന്ന് വിടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൈ ബിസിനസ്സിൽ മേക്ക് മെമ്പർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. മേക്ക് മെമ്പർ എടുക്കാം. മേക്ക് മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അടിച്ച 2 ID വന്ന് വീണുണ്ടാവും അല്ലേ, കിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ മാറ്റുക, മേക്ക് മെമ്പർ എടുക്കാം. ഇതെവിടെ കിടക്കുന്ന റൈറ്റിലാണ്. അത് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റിലേക്ക് തന്നെ പൊക്കോളും. അപ്പോൾ ആദ്യത്തെ ആൾ റൈറ്റിലേക്ക് പോയി, രണ്ടാമത്തെ ആൾ നമ്മൾ ലെഫ്റ്റിലേക്കാണ് ഇടേണ്ടത്. അപ്പോൾ മേക്ക് മെമ്പർ എടുക്കുക. ഇതിപ്പോൾ റൈറ്റിലേക്കാണ്. ഇവിടെ പോയി എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റിലേക്ക് പൊസിഷൻ അപ്ഡേറ്റ് ആവും. ലെഫ്റ്റിലേക്ക് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്ന് വീഴും, റൈറ്റിലേക്ക് വന്ന് വീഴും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈ ബിസിനസ് പോവാം. മൈ ജീനോളജി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ വന്നിട്ട് വീണ്ടുണ്ടാവും, ലെഫ്റ്റോ റൈറ്റോ വന്ന് വീണിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ID നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി 3 ID ഇനി ആക്ടിവേഷൻ ചെയ്യണം. ആക്ടിവേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഡാഷ്ബോർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് റിഫ്രഷ് ആവും. ഓക്കെ, അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് ഒരു റെഡ് കളറിൽ ഒരു ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ഇതിൽ ചലിക്കുന്ന ഒരു ലൈൻ കാണാം അല്ലേ. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചുവന്ന കളറിൽ പ്രൊമോട്ട് സേവ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ പോകുന്നുണ്ട് അല്ലേ. ഇതിന് താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ റെഡ് കളറിൽ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈക്ക് എല്ലാതും ചലിച്ചുകൊണ്ടിരിക്കുന്നില്ല. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡ് അല്ലെങ്കിൽ കസ്റ്റമർ ID അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ നേരത്തെ അടിച്ച കിങ്ങിൻ്റെ 1122334455 ഈ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം കൊടുക്കാം. ഇതൊന്ന് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരും, മെയിൽ ID കാര്യങ്ങളൊക്കെ കിങ് കാര്യങ്ങളൊക്കെ വരും. ചെക്കൗട്ട് കൊടുക്കാം. ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് വരും. പ്രൊസീഡ് ടു പേ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും. UPI വഴിയാണോ, കാർഡ് വഴിയാണോ, നെറ്റ് ബാങ്കിങ് വഴിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ UPI വഴിയാണെങ്കിൽ UPI കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ വരും. ഒരു IDക്ക് നമുക്ക് 4718.82 19 രൂപയാണ് വരുന്നത്. അങ്ങനെ 3 ID നമുക്ക് ആക്ടിവേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ പേ കൊടുക്കുക. പേ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചോദിക്കും ഗൂഗിൾ പേ ആണോ ഫോൺ പേ എന്ന് ചോദിക്കും. ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് പോകും. ഗൂഗിൾ പേയിലേക്ക് പോയിട്ട് എന്തുണ്ടാവും, 4100 പറഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ വരും. എന്നിട്ട് നമ്മളവിടെ നമ്മുടെ പിൻ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഇത് ടിക്കായിട്ട് നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്ന് ക്യാഷ് പോവും. ക്യാഷ് പോയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, ബാക്കൊന്നും അടിക്കരുത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് തന്നെ വരും. ഓക്കെ, ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും ഇത് കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. പക്ഷേ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒന്നാമത്തെ ഐ ഡി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ആക്ടിവേഷൻ ആക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഐ ഡിയും ഇതുപോലെ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇതിൽ രണ്ടാമത്തെ ഐ ഡി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടിയും ഡാഷ്ബോർഡ് പോയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ പോയിട്ട് ഡാഷ്ബോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒന്ന് റിഫ്രഷ് ആവും. ഓക്കെ, ഒന്ന് റിഫ്രഷ് ആവും. റിഫ്രഷ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ഇവിടെ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന സേവ് ആപ്പിലെന്ന് തൊടാം. എന്നിട്ട് രണ്ടാമത്തെ ഐ ഡി നമ്പറും കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഐ ഡി നമ്പർ 222334466 ആണ്. അത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, രണ്ടാമത്തെ ഐ ഡി വരും. ഇതേപോലെ തന്നെ താഴെ പോയിട്ട് ചെക്കൗട്ട് കൊടുക്കുക. ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വരും, മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയൊക്കെ വരും. പ്രൊസീഡ് ടു പേ കൊടുക്കുക. പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്, നെറ്റ് ബാങ്കിങ് കാർഡാണോ, നെറ്റ് ബാങ്കിങ് ആണോ, യു പി ആണെങ്കിൽ യു പി അടിക്കുക, 4100 രൂപ കൊടുക്കുക. അതിനുശേഷം ഗൂഗിൾ പേ ആണ് ഏതാണെന്ന് ചോദിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ പേയിലേക്ക് പറയുന്ന എമൗണ്ട് പോകും. എന്നിട്ട് ഈ 3 ഐ ഡി എന്താവും, നമുക്ക് ഓരോന്നായിട്ട് ആക്ടിവേഷൻ ചെയ്യും. ഈ 3 ഐ ഡി ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ഐ ഡി ആക്ടിവേഷൻ ചെയ്തു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, അതിനുശേഷം ഇത് സ്മാർട്ട് SBO ആക്കി മാറ്റണം. ഓക്കെ, അതായത് ഫാമിലി പാക്കേജ് ആക്കി മാറ്റാനായിട്ട്, സ്മാർട്ട് SBO ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ഐ ഡി ഓപ്പൺ ചെയ്തതിന് ശേഷം, ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം ഒന്ന് ഇവിടെ പോയിട്ട് മെനു എടുത്ത് ഡാഷ്ബോർഡിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഒന്ന് റീഫ്രഷ് ആയിക്കോളും. അതല്ലെങ്കിൽ എന്താവും, ഒന്ന് നമ്മളൊരു വെല്ലുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താലും റിഫ്രഷ് ആവും. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ഒന്ന് കാണിക്കും 3 ഐ ഡി ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു കള്ളി ഉണ്ടല്ലോ, ഈ ഷെയർ ദ കൂപ്പൺ കോഡ്, ഇവിടെ നമ്മൾ ഐ വാണ്ട് ടു ബി എ സ്മാർട്ട് SBO എന്ന് കാണിക്കും. അതിൽ വെള്ള കളറിൽ സ്മാർട്ട് SBO എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരിക്കും, ഒരു വൈറ്റ് കളറിൽ സ്മാർട്ട് SBO. അതായത് 3 ഐ ഡിയും നമ്മൾ ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം സ്മാർട്ട് SBO ഒന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ആ സ്മാർട്ട് SBOയിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 3 ഐ ഡിയും ഓപ്പൺ ആയിട്ട് വരും. അതിന് ഒരു പേജ് ഓപ്പൺ ആവും, നമ്മുടെ 3 ഐ ഡിയും കാണിക്കും. അതിന് താഴെ പോയി കഴിഞ്ഞാൽ ഐ എഗ്രി എന്നൊക്കെ കാണിക്കും, അല്ലെങ്കിൽ ഡിസഗ്രി എന്ന് കാണിക്കും. അതിൽ ഐ എഗ്രി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് തൊടുക. അതിനുശേഷം താഴെ പോയിട്ട് സബ്മിറ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സക്സസ് എന്ന് കാണിക്കും. അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് SBO ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫാമിലി പാക്കേജ് നമ്മൾ ആക്ടിവേഷൻ ചെയ്യാം. ഇനി നമ്മളൊരു പ്രോയാണ് ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ, 1150 പാക്കേജ് ആണെങ്കിൽ എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ഐ ഡി അടിച്ചു. ഓക്കെ, ഇപ്പോൾ കിങ്ങിൻ്റെ ഐ ഡി അടിച്ചു. ഇനി കിങ്ങിൻ്റെ ഐ ഡി നമ്മൾ എന്ത് ചെയ്യണം, കിങ്ങിൻ്റെ ഐ ഡി നമ്മൾ പ്രോ എങ്ങനെയാണ് മേടിക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നമ്മുടെ ഒരു സേവ് കാർട്ട് എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സേവ് കാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. സേവ് കാർട്ടിലാണ് നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റ് മേടിക്കുക, അതായത് 1150 പ്രോ മേടിക്കുക. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സേവ് കാർട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ സേവ് കാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, മൊബൈൽ നമ്പറും പാസ്വേഡ് അടിക്കാൻ വരും. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച കിങ്ങിൻ്റെ ഇത് കൊടുക്കുകയാണ്, 223344. കിങ്ങിൻ്റെ മൊബൈൽ നമ്പറും കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാസ്വേഡ് കൊടുത്തു, 1234 സൈൻ കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിങ് എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കസ്റ്റമർ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ കുറേ പ്രോഡക്റ്റുകൾ കാണാം. അതിൽ നമ്മൾ എന്താണ്, നമ്മുടെ പ്രോ കിടക്കുന്നത് എവിടെയാണ്, പ്രോ കിടക്കുന്നത് IT പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് കിടക്കുന്നുണ്ടല്ലേ. ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണ്, IT പ്രോഡക്റ്റാണ്. ഒരു വെല്ലിൻ്റെ ചിഹ്നം അതുപോലെ തന്നെ മൊബൈലിൻ്റെ ചിഹ്നമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ IT പ്രോഡക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. IT പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് പ്രോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഈ സേവ് പ്രോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സേവ് പ്രോയിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഇങ്ങനെ വരും. അപ്പോൾ അതിന് താഴെയായിട്ട് ആഡ് ടു കാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ആഡ് ടു കാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ യെസ് എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ വരും. അപ്പോൾ യെസ് കൊടുക്കുക. അപ്പോൾ പ്രോഡക്റ്റ് ആഡഡ് ടു കാർട്ട് സക്സസ്ഫുൾ എന്ന് പറയും. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു വലത്തെ സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടയിൽ കിടക്കുന്നുണ്ട് അല്ലേ. ആ കൊട്ടയിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരു കൊട്ടയിൽ ഇങ്ങനെ എടുത്തില്ലേ, അതുപോലെ തന്നെ ഇതാ കൊട്ടയിൽ വന്ന് കിടക്കുന്നുണ്ട്. 1 എന്ന് പറഞ്ഞിട്ട് കാർട്ടിൽ വന്ന് കിടക്കുന്നുണ്ട് അല്ലേ.
അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്യുക. ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും വലത്തെ സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒന്ന് ആ കൊട്ടയിലുണ്ട്. ആ കൊട്ടയിലൊന്ന് ആ ഇതിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇതിൽ സേവ പ്രോ എക്സ്പെൻസ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് 1150 -1 പ്ലസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒന്നിൻ്റെ അപ്പുറത്ത് പ്ലസ് എന്ന് പറയുന്ന ചിഹ്നമുണ്ട്. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇപ്പോൾ 2 എണ്ണം നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ 2 എണ്ണം. ഇപ്പോൾ ഇദ്ദേഹം പറയുകയാണ് എനിക്ക് 2 ആപ്ലിക്കേഷൻ വേണം, അല്ലെങ്കിൽ 2 പ്രോ വേണം, 1150ൻ്റെ 2360 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ഇദ്ദേഹം പറയുകയാണ് 3 എണ്ണം വേണം. അപ്പോൾ നമുക്ക് അവിടെ 3 എണ്ണം കൂട്ടാം. ഇനി 4 എണ്ണം വേണമെങ്കിൽ 4 എണ്ണം കൂട്ടാം, 5 എണ്ണം വേണമെങ്കിൽ 5 എണ്ണം ആവാം, 6 എണ്ണം വേണമെങ്കിൽ 6 എണ്ണം ആവാം. ഇനി കുറയ്ക്കണമെങ്കിൽ എപ്പോഴത്തും മൈനസ് ഉണ്ടല്ലോ, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറഞ്ഞ് 4, 5 എന്നൊക്കെ വരും. ഇപ്പോൾ ഇദ്ദേഹം 10 എണ്ണം ആണെങ്കിലോ പ്ലസ് ജസ്റ്റ് ടച്ച് ചെയ്താൽ 5, 6, 7, 8, 9, 10. 1 ടൈം നമുക്ക് 10 എണ്ണം വരെ പർച്ചേസ് ചെയ്യാം. ഇനി നമ്മൾ പ്രൊസീഡ് ടു ചെക്കൗട്ട്. ഇപ്പോൾ അതിൻ്റെ എമൗണ്ടൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് 11,800. ഇനി പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കാം. പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുത്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ ഡെലിവറി അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോ ഡെലിവറി അഡ്രസ്സ് ഫൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് തൊട്ട് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്? അതായത് ഏറ്റവും മുകളിലായിട്ട് ഡെലിവറി അഡ്രസ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നോ ഡെലിവറി അഡ്രസ്സ് ഫൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ചെറിയൊരു അക്ഷരത്തിൽ ക്ലിക്ക് ഹിയർ ടു ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, അതിലൊന്ന് ടച്ച് ചെയ്യാം. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ ഒന്നും കാണുന്നില്ല, പക്ഷേ ഈ അഡ്രസ് ലിസ്റ്റിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. കണ്ടോ, വലത്തെ സൈഡിലെ ഏറ്റവും മുകളിലായിട്ട് ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ആഡ് ന്യൂവിൽ തൊടുക, ഒന്ന് ടച്ച് ചെയ്യാം. ആഡ് ന്യൂവിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് അടിക്കാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ്സ് അടിക്കാനായിട്ട് ഇവിടെ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ പേരാണ്. ഇപ്പോൾ പ്രോ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസാണ് വേണ്ടത്. അതിൻ്റെ പേര്, അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് അടയ്ക്കുന്നതാണ്. ഫ്ലാറ്റ് നമ്പർ വേണം, വീട്ടും പേരാണ് രണ്ടാമത്തെ ചോദിച്ചിട്ടുള്ളത്. മൂന്നാമതായിട്ട് ഫ്ലാറ്റ് നമ്പറാണ്, ഓപ്ഷനാണ്, അത് വേണമെന്നില്ല. ലാൻഡ്മാർക്കാണ്, വീടിൻ്റെ അടുത്തുള്ളൊരു ലാൻഡ്മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലാൻഡ്മാർക്ക് കൊടുക്കുകയാണ്. ഒരു ലാൻഡ്മാർക്ക് കൊടുത്തു. ഇനി അപ്പുറത്ത് പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥലം ഏതാണ്, ആ പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. പ്ലേസ് ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്ലേസ് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ പ്ലേസ് കൊടുക്കുക. പിന്നെ ഡിസ്ട്രിക്ട് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ഏതാണെങ്കിൽ അത് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ കൊടുക്കും. ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തു. ഇനി പിൻകോഡ് ചോദിച്ചിട്ടുണ്ട്. പിൻകോഡ് കൊടുക്കുക. പിൻകോഡ് കൊടുത്തു. കേരള ഓൾറെഡി ഉണ്ട്, കേരള ആണെങ്കിൽ കേരള കൊടുക്കുക, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. പേര്, വീട്ടും പേര്, ലാൻഡ്മാർക്ക്, ഇത്രയും കാര്യങ്ങൾ, അഡ്രസ്സും കാര്യങ്ങൾ കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു, പിൻകോഡ് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. പ്രോ പർച്ചേസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഇത്രയും കാര്യങ്ങൾ വേണം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ ഇതിൽ പോയിട്ട് ഇതെല്ലാം ഓക്കെയാണ്, കൺഫേം ആണെങ്കിൽ ഈ പച്ച കളറിലെ കൺഫേമിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് കൺഫേം ആണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ കൺഫേം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, പ്ലേസ് ഓർഡർ കൺഫേം എന്ന് കൊടുത്തിട്ടുണ്ട്. വലത്തെ സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് കൺഫേം, അവിടെയാണ് ഇനി തൊടേണ്ടത്. ആ കൺഫേം എന്ന് പറയുന്ന ഓപ്ഷന് തൊട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ പേയ്മെൻറ്റ് ആണോ എന്ന് ചോദിക്കും. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ആ വട്ടത്തിലൊന്ന് തൊടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലീസ് വെയിറ്റ് ഫോർ എ മൂവ്മെൻ്റ് എന്ന് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 1150 രൂപ എവിടേക്ക് പോകും? യു പി ആണോ ഗൂഗിൾ പേ ആണോ എന്ന് ചോദിക്കും. യു പി ആണെങ്കിൽ യു പി ടച്ച് ചെയ്യുക, ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേയിലും തൊടുക. എന്നിട്ട് തൊട്ട് താഴെ 1150 എന്ന് കൊടുത്തിട്ടില്ലേ, അതിലൊന്ന് തൊടുക. അതായത് ഗൂഗിൾ പേയിൽ നമ്മൾ തൊടുക. അതിനുശേഷം എന്ത് ചെയ്യണം? പേ 1150 കൊടുത്തിട്ടില്ലേ ഏറ്റവും അടിയിൽ, അതിലൊന്ന് തൊടുക. തൊട്ട് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗൂഗിൾ പേയിൽ പോകും. അവിടെ പോയിട്ട് നമ്മുടെ പിൻ നമ്പർ കൊടുക്കുക. പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കാവും. ടിക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ബാക്കൊന്നും അടിക്കരുത്. അപ്പോൾ നേരെ ഓർഡർ പ്ലേസ്ഡ് എന്ന് കാണിക്കും. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ സേവ് കാർഡിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എന്താവും? ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൽ കിടക്കുന്നതായിട്ട് കാണാം. ഓർഡർ അപ്പോൾ അതിൽ അങ്ങനെ ഓർഡർ വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി എങ്ങനെയാണ് നമ്മൾ
ഈ പറയുന്ന ഒരു KYCയിൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരാളുടെ ID അടിച്ചു, അദ്ദേഹത്തിൻ്റെ മെയിൽ ID നമുക്ക് മാറ്റണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ID ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച ഒരു ID ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കിങ്ങിൻ്റെ ID ആണ് 1122334455. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ അടിച്ചു, അദ്ദേഹത്തിൻ്റെ പാസ്വേഡ് അടിച്ചു 1234 അതടിച്ചു, സൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ID ഓപ്പൺ ആവും. ഈ ID ഓപ്പൺ ആയതിന് ശേഷം ഇത് കളയാം. ഇതിപ്പോൾ ആക്ടിവേഷൻ നമ്മുടെ 1980 ആണെങ്കിലും ഇങ്ങനെയാണ് വരിക. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാം. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു മെനു ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ 3 വരയുണ്ട്, മെനു ഓപ്ഷൻ. ഇതിൽ ടച്ച് ചെയ്യാം. ഇതിൽ രണ്ടാമതായിട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പ്രൊഫൈൽ എടുക്കാം. ഇതിൽ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് പ്രൊഫൈൽ. ഈ എഡിറ്റ് പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ, എഡിറ്റ് പ്രൊഫൈൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെയിൽ ID മാറ്റാം. അദ്ദേഹത്തിൻ്റെ മെയിൽ ID മാറ്റിയിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ മെയിൽ ID ഏതാണോ, ഇപ്പോൾ കിങ് 2001@gmail.com. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൽ ID നമ്മൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഏറ്റവും താഴെ പോയിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെയിൽ ID മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ മെയിൽ ID ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാളുടെ മെയിൽ ID കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ OTP മേടിക്കാനായിട്ട് ചിലപ്പോൾ എന്തുണ്ടാവില്ല, അദ്ദേഹം അടുത്തുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മെയിൽ ID കൊടുക്കുക, OTP കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മെയിൽ ID ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഓരോ ഐഡിയകളൊക്കെ അടിച്ചു നോക്കുക. അടിച്ചു നോക്കിയിട്ട് നമുക്ക് ആക്ടിവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ 2-3 ഐഡിയ അടിക്കുമ്പോഴേക്കും ഇത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.